ഓസ്ട്രേലിയ ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി സിഡ്നി ആർച്ച് ബിഷപ്പ്. ബീച്ചിൽ നടന്നുകൊണ്ടിരുന്ന യഹൂദരുടെ ഹനുക്ക ആഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിൽ 15 പേരോളം കൊല്ലപ്പെട്ടിരുന്നു. യഹൂദർക്കെതിരായ ആക്രമണം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ പറയുകയുണ്ടായി. ഓസ്ട്രേലിയ നഗരമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഹനുക്ക ആഘോഷത്തിൽ 16 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സഭാ നേതൃത്വം ദുഃഖം പ്രകടിപ്പിച്ചു. തന്റെ മുതുമുത്തശ്ശി ഒരു യഹൂദയായിരുന്നുവെന്നും ക്രൈസ്തവർ യഹൂദരുടെ പരമ്പരയിലുള്ളതാണെന്നും യഹൂദർക്കെതിരായ ആക്രമണം നമുക്കെല്ലാവർക്കും നേരെയുള്ള ആക്രമണമാണെന്നും സിഡ്നിയിലെ ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ പറഞ്ഞു. ഹനുക്ക എന്ന യഹൂദ പെരുന്നാളിന്റെ ആഘോഷത്തിനിടെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഒരു കൊച്ചുകുട്ടിയുൾപ്പെടെ കുറഞ്ഞത് 16 പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയത് സാധാരണ ഓസ്ട്രേലിയക്കാരെ ഭയപ്പെടുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 2 വർഷത്തിലേറെയായി സിഡ്നിയിൽ യഹൂദവിരുദ്ധയുടെ അന്തരീക്ഷം വളർന്നു വന്നിട്ടുണ്ടെന്നും മനുഷ്യജീവനോടുള്ള ധിക്കാരപരവും നിർദ്ദയവുമായ അവഗണനയും യഹൂദരോടുള്ള വെറുപ്പും ഓരോരുത്തരും തള്ളിക്കളയേണ്ട തിന്മയാണെന്നും ആർച്ച് ബിഷപ്പ് ഫിഷർ മുന്നറിയിപ്പ് നൽകി. ഹൈഡ് പാർക്കിലെ കത്തീഡ്രലിന് എതിർവശത്ത് ആഴ്ചത്തോറും പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവിടെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പതിവായി ഉണ്ടെന്നും ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി. ഇത്തരത്തിലുള്ള നടപടി തീവ്രവാദത്തിന് കാരണമായേക്കാമെന്നും ഇത് അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. അതേസമയം ആക്രമികൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ASO അന്വേഷിക്കുകയാണ്. ആക്രമികളുടെ കാറിൽ നിന്ന് IS പതാക കണ്ടെത്തിയത് ഈ നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.